നമസ്കാരം. ഇന്ന് നമ്മൾ ഫ്ലൂയിഡ് ലെവൽസ് പരിശോധിക്കാനും റിസർവോയർ സർവീസ് ചെയ്യുവാനും പവർ പാക്കിൻ്റെ ഫിൽട്ടർ വൃത്തിയാക്കി നിസ്സാരമായി മാറ്റി സ്ഥാപിക്കാനുമാണ് പഠിക്കാൻ പോകുന്നത്. അതിനായി ആദ്യം നമ്മൾ ജോബ് സീക്വൻസും പിന്നീട് സ്കിൽ സീക്വൻസും ആണ് നോക്കാൻ പോകുന്നത്. ജോബ് സീക്വൻസിലേക്ക് കടക്കാം. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് പോകാം. പവർ പാക്കിൽ ഉപയോഗിക്കുന്ന വിവിധ ഹൈഡ്രോളിക് മൂലകങ്ങളെ തിരിച്ചറിയൽ, സക്ഷൻ സ്ട്രെയിനർ നീക്കം ചെയ്ത് വൃത്തിയാക്കി കൂട്ടിച്ചേർക്കൽ, പ്രവർത്തനത്തിനായി പവർ പാക്ക് നന്നാക്കിയെടുക്കൽ, ആരംഭിക്കുന്നതിനായി പവർ പാക്കിൽ സമ്മർദ്ദം സജ്ജമാക്കൽ, ജോലിക്രമം, സിസ്റ്റം ഓഫ് സ്റ്റേറ്റിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ പവർ പാക്ക് കണ്ടെത്തുക, ഫാസ്റ്റനിംഗ് ബോൾട്ടുകൾ അഴിച്ച് മുകളിലെ കവർ നീക്കം ചെയ്യുക, പൈപ്പുകൾക്ക് കേടുപാടുകൾ വരുത്താതിരിക്കാൻ മുകളിലെ കവർ ശ്രദ്ധാപൂർവം തലകീഴായി വയ്ക്കുക, വിവിധ ഘടകങ്ങൾ, അവയുടെ പേരുകൾ, പ്രവർത്തനങ്ങൾ എന്നിവയെ തിരിച്ചറിയുക, കണക്ഷന്റെ ക്രമം നിരീക്ഷിക്കുക. മലിനീകരണം ഒഴിവാക്കാൻ റിസർവോയർ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് അടച്ചിടുക, സ്ട്രെയിനർ നീക്കം ചെയ്യുക, വൃത്തിയാക്കുക, കൂട്ടിച്ചേർക്കുക, പ്രവർത്തനത്തിനായി പവർ പാക്ക് തയ്യാറാക്കുക, റിലീഫ് വാൽവിൻ്റെ മർദ്ദം സജ്ജമാക്കുക. സ്കിൽ സീക്വൻസ്: സ്ട്രെയിനർ നീക്കം ചെയ്യുക, വൃത്തിയാക്കുക, പിന്നെ അസംബിൾ ചെയ്യുക. സ്ട്രെയിനർ നീക്കം ചെയ്യാൻ ആദ്യം അത് അഴിക്കുക. അടുത്തതായി നമ്മളത് വൃത്തിയാക്കാൻ പോകുന്നു. അങ്ങനെ ചെയ്യുന്നതിന് മണ്ണെണ്ണയിൽ മുക്കി കംപ്രസ് ചെയ്ത വായു മെഷ് ഏരിയയിലേക്ക് ബ്ലോ ചെയ്യുക. സ്ട്രെയിനറിൻ്റെ അതിൻ്റെ പഴയ സ്ഥാനത്ത് തിരികെ വെച്ച് സ്ക്രൂ ചെയ്യുക. ന്യൂനത ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അത് മാറ്റി സ്ഥാപിക്കേണ്ടതാണ്. ശരിയായ രീതിയിൽ ഉറച്ചിരിക്കാൻ റിസർവോയറിൻ്റെ മുകളിലെ കവറിൻ്റെ ഗാസ്കറ്റ് പരിശോധിക്കുക. പവർ പാക്കിന് മുകളിൽ കവർ വെച്ചതിന് ശേഷം സ്ക്രൂസ് ഉറപ്പിക്കുക. അടുത്തതായി ഒരു പവർ പാക്കിൽ സമ്മർദ്ദം ഒരുക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക. അനുയോജ്യമായ അവസ്ഥയിലാണ് എങ്കിൽ ഒരു പവർ പാക്ക് വളരെ നന്നായി തന്നെ പ്രവർത്തിക്കും. ഇനി അതിൻ്റെ അവസ്ഥ പരിശോധിക്കാം. ആദ്യം എല്ലാ യൂണിറ്റുകളുടെയും മൗണ്ടിംഗ് പരിശോധിക്കുക. അടുത്തതായി മോട്ടോറിനും പമ്പിനും ഇടയിലുള്ള കപ്ലിംഗ് ഫ്രീനെസ്സിനായി പരിശോധന നടത്തണം. റിസർവോയറിലെ എണ്ണയുടെ അളവ് പരിശോധിച്ച് കുറവാണെങ്കിൽ അത് നിറയ്ക്കുക. റിസർവോയറിന് മുകളിലും താഴെയുമുള്ള എല്ലാ മാലിന്യങ്ങളെയും വൃത്തിയാക്കുക. ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ ഹോസുകളും ശക്തമാക്കുക. ബ്രീതർ ശരിയായി സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഓയിൽ ഡ്രെയിൻ ഹോൾ പ്ലഗ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് എണ്ണ ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തണം. ഒരു പവർ പാക്കിൽ സമ്മർദ്ദം ആരംഭിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യണം. പൈപ്പുകൾക്കിടയിൽ എന്തെങ്കിലും അയഞ്ഞ കണക്ഷൻ നിലവിലുണ്ടോ എന്ന് പരിശോധിച്ച് പവർ പാക്കിൻ്റെ ഇലക്ട്രിക് മോട്ടോർ ഓണാക്കുക. ഇലക്ട്രിക് മോട്ടോർ ഓഫ് ചെയ്ത് മോട്ടോറിൻ്റെ ഭ്രമണത്തിൻ്റെ ദിശകൾ വിപരീത ദിശയിലാണെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കുക. പ്രഷർ റിലീഫ് വാൽവിൽ ആവശ്യമായ മർദ്ദം സജ്ജമാക്കുക. മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് പ്രഷർ റിലീഫ് വാൽവ് ക്ലോക്ക് വൈസിൽ തിരിക്കുക. അരിപ്പ നീക്കം ചെയ്യുന്ന വിധം: ഒരു ഓപ്പൺ ടൈപ്പ് റിസർവോയർ ആണെങ്കിൽ ഇനി പറയുന്ന ഘട്ടങ്ങളെ പാലിക്കുക. നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഹൈഡ്രോളിക് സിസ്റ്റം ഓഫ് ചെയ്യുക. മുകളിലെ കവർ പ്ലേറ്റ് നീക്കം ചെയ്യുക. ഒരു സ്പാനർ ഉപയോഗിച്ച് സ്ട്രെയിനർ നീക്കം ചെയ്യുക.
പിന്നീട് മണ്ണെണ്ണ ഉപയോഗിച്ച് വൃത്തിയാക്കുക. അതിൽ കംപ്രസ് ചെയ്ത വായു ബ്ലോ ചെയ്യുക. എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടോ എന്ന് സ്ട്രെയിനർ പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുക. സ്ട്രെയിനർ അതിൻ്റെ പൂർവ്വസ്ഥാനത്തേക്ക് തന്നെ തിരികെ വെച്ച് സ്ക്രൂ ചെയ്യുക. ഒരു ക്ലോസ്ഡ് ടൈപ്പ് റിസർവോയർ ആണെങ്കിൽ ഇനി പറയുന്ന ഘട്ടങ്ങൾ പാലിക്കുക. ഹൈഡ്രോളിക് സിസ്റ്റം ഓഫ് ചെയ്യുക. പവർ പാക്കിൽ നിന്ന് എണ്ണ ഒഴിച്ചു മാറ്റുക. മൗണ്ടിംഗ് ബോൾട്ടുകൾ അൺസ്ക്രൂ ചെയ്ത് പരിശോധനാ കവർ നീക്കം ചെയ്യുക. സക്ഷൻ സ്ട്രെയിനർ അഴിച്ചു മാറ്റുക. മണ്ണെണ്ണ ഉപയോഗിച്ച് സ്ട്രെയിനർ വൃത്തിയാക്കി അതിൽ കംപ്രസ് ചെയ്ത വായു ബ്ലോ ചെയ്യുക. റിസർവോയർ നന്നായി വൃത്തിയാക്കുക. ന്യൂനതകൾ അറിയാൻ സക്ഷൻ സ്ട്രെയിനർ പരിശോധിച്ച് അതിൻ്റെ സ്ഥാനത്തിൽ തന്നെ തിരികെ സ്ക്രൂ ചെയ്യുക. പരിശോധന കവർ ഗാസ്കറ്റ് മാറ്റി സ്ഥാപിക്കുക. മൗണ്ടിംഗ് സ്ക്രൂസ് ശക്തമാക്കുക. റിസർവോയറിൽ എണ്ണ നിറയ്ക്കുക. മെഷ് ഉപയോഗിച്ച് എണ്ണ ഫിൽട്ടർ ചെയ്ത ശേഷം എണ്ണ ചോർച്ചയില്ലെന്ന് സ്ഥിരീകരിക്കുക. എണ്ണയുടെ നില പരിശോധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റം ഉപയോഗത്തിന് തയ്യാറാണ്. ബാഹ്യമായി ഘടിപ്പിച്ച സക്ഷൻ സ്ട്രെയിനർ. ഹൈഡ്രോളിക് സിസ്റ്റം ഓഫ് ചെയ്യുക. സ്ട്രെയിനർ യൂണിറ്റിൽ പിടിപ്പിച്ചിരിക്കുന്ന ക്യാപ്സ് ആൻഡ് നട്ട്സ് അഴിക്കുക. ബെഞ്ച് വൈസിൽ സ്ട്രെയിനർ യൂണിറ്റ് പിടിപ്പിച്ച് മൗണ്ടിംഗ് ബോൾട്ടുകൾ അഴിക്കുക. സക്ഷൻ സ്ട്രെയിനർ നീക്കം ചെയ്യണം. സക്ഷൻ സ്ട്രെയിനർ വൃത്തിയാക്കുക അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുക. കേസിംഗ് നന്നായി വൃത്തിയാക്കണം. സക്ഷൻ സ്ട്രെയിനർ ശരിയാക്കി മൗണ്ടിംഗ് ബോൾട്ട് സ്ക്രൂ ചെയ്യണം. സക്ഷൻ സ്ട്രെയിനർ അതിൻ്റെ പഴയ സ്ഥാനത്ത് തിരികെ വെച്ച് സ്ക്രൂ ചെയ്യുക. കണക്ഷനുകളെല്ലാം ശരിയായി നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു ചെറിയ റീക്യാപ്പ്. പവർ പാക്ക് ശ്രദ്ധാപൂർവം വേർപെടുത്തുക. സ്ട്രെയിനർ നീക്കം ചെയ്യുക, വൃത്തിയാക്കുക, കൂട്ടിച്ചേർക്കുക. പ്രവർത്തനത്തിനായി പവർ പാക്ക് തയ്യാറാക്കുക. റിലീഫ് വാൾവിനുള്ള മർദ്ദം സജ്ജമാക്കുക. ഇപ്പോൾ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അറിവും രസകരവുമായ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.